എക്സ്പ്ലോറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അടുത്ത് നമ്മൾ വണ്ടിയിൽ പ്രധാനപ്പെട്ട ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ കുറച്ച് കാലമായിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. സാധാരണ പണ്ട് ആദ്യം വാങ്ങിച്ച സമയത്തുള്ള പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. പിടിക്കുമ്പോൾ വണ്ടി വിചാരിക്കുന്നോടത്ത് നിൽക്കാത്ത പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച ബ്രേക്ക് പാഡ് തീരാനായി കാണും, അതിൻ്റെ ഇതായിരിക്കുമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അതിലും വലിയ പ്രശ്നമാണെന്നുള്ളത്. അത് ഇങ്ങനെ നമ്മളപ്പോൾ വണ്ടിയുടെ ബോണറ്റൊക്കെ തുറന്നിങ്ങനെ എൻജിൻ ഓയിൽ ഇതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു വട്ടം നമ്മുടെ ബ്രേക്ക് ഓയിലിൻ്റെ റിസർവോയർ തുറന്നു നോക്കി. അപ്പോഴാണ് നമുക്കൊരു മേജറായിട്ടുള്ള നമ്മുടെ വണ്ടിയുടെ ഒരു കുഴപ്പം നമ്മൾ കണ്ടെത്തിയത്. നമ്മൾ തുറന്നു നോക്കിയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലിയാണ്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, ഇത് എവിടെയോ ബ്രേക്ക് ഓയിലിന് ലീക്ക് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ബ്രേക്ക് ലൈൻ പോകുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് നമുക്ക് മനസ്സിലായതൊക്കെ നോക്കി ഓക്കെ എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ എവിടെയാണ് ഇതിൻ്റെ പ്രശ്നക്കാരെന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്തി. അപ്പോൾ അതെവിടെയാണ് ഈ ബ്രേക്ക് ഓയിൽ ലീക്ക് ആയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ ബാക്കിലത്തെ വീലിനകത്തായിരുന്നു. അവിടെ നമ്മുടെ അതിൻ്റെ ബ്രേക്ക് സിലിണ്ടർ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യുന്ന ഈ ബ്രേക്ക് ലൈനിലായിരുന്നു ലീക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കൂടെ ബ്രേക്ക് ഓയിൽ മൊത്തം ലീക്കായി പോവുമായിരുന്നു. അത് മാത്രമല്ല അതിൻ്റെ അപ്പോൾ ഈ ബ്രേക്ക് ഓയിൽ ഈ നമ്മുടെ വെള്ളം എങ്ങാണ്ട് അതിനകത്ത് തട്ടിയായിരുന്നു തോന്നുന്നു. നല്ല കറുത്ത് പോയായിരുന്നു. ബ്രേക്ക് ഓയിൽ അങ്ങനെ കറക്കാൻ പാടില്ല. കറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്താ പറയുക, അതിൻ്റെ ആ ഒരു ബ്രേക്ക് ഓയിലിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ പോകും. അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ആ ഫീല് മൊത്തത്തിൽ നഷ്ടമാവും. അപ്പോൾ അതുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രേക്ക് ഓയിൽ മാറ്റണം, അതേപോലെ തന്നെ ആ ലീക്കായ വീൽ സിലിണ്ടറും ബ്രേക്ക് സിലിണ്ടറും മാറ്റണമെന്ന് വിചാരിച്ച് നമ്മൾ വണ്ടി പണിക്ക് കൊടുത്തു. ഒരാഴ്ചയോളം എടുത്തു വണ്ടി നമുക്ക് കിട്ടാൻ വേണ്ടി. കാരണം 1-2 പാർട്സൊക്കെ ഇതിൻ്റെ കിട്ടാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. നമ്മുടെ എസ്റ്റീം ആയതുകൊണ്ട് പാർട്സ് കിട്ടാൻ കുറച്ചൊരു സമയതാമസമുണ്ട്. നമുക്ക് വയനാട്ടിലായിട്ടൊന്നും കിട്ടാറില്ല. ഒന്നിനും നമ്മൾ പുറത്തുനിന്ന് കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് അല്ലെങ്കിൽ മൈസൂരിൽ നിന്ന് വരുത്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും പാർട്സ് എല്ലാം മാറ്റി. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ വിചാരിച്ച പോലെ തന്നെ ബ്രേക്ക് പാഡുകൾ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 സെറ്റ് വീതം 2 സൈഡിൽ 4 എണ്ണം ടോട്ടൽ മാറ്റി നമ്മൾ. അതേപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് ഓയിൽ മാറ്റുന്നതിന് മുമ്പ് നമ്മൾ പ്രശ്നം ഉണ്ടായിരുന്നത് 2 സൈഡിലെയും ബ്രേക്ക് സിലിണ്ടർ നമ്മൾ മാറ്റി. TVS-ൻ്റെ ആയിരുന്നു ഇതിനകത്ത് കിടന്നിരുന്നത്. അത് മാറ്റിയിട്ട് ബോഷിൻ്റെ ആക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇപ്പോൾ ആ പ്രശ്നം സോൾവ് ആയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും മൊത്തം ബ്രേക്ക് പാഡ് ഇതൊക്കെ മാറ്റിയത് കൊണ്ട് നമ്മൾ മൊത്തം സിസ്റ്റത്തിനകത്ത് ബ്രേക്കിംഗ് സിസ്റ്റത്തിനകത്തുണ്ടായിരുന്ന എല്ലാ പഴയ ഓയിലും ബ്രേക്ക് ഓയിലും നമ്മൾ ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ബ്രേക്ക് ഓയിൽ കയറ്റി. ഇതിനകത്ത് ആദ്യം .3 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ .3 നിന്ന് നമ്മൾ .4 മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നൊരു മെയിൻ ഇതായിരുന്നു നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കിലി വെച്ച. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ AC-യുടെ ബെൽറ്റ് ലൂസാണ്, അല്ലെങ്കിൽ അത് തീരാനായിട്ടുണ്ട്, അതുകൊണ്ട് കാണിക്കണത് മാറ്റിക്കണം. അപ്പോൾ അത് നമ്മൾ കൊണ്ട് പറഞ്ഞായിരുന്നു അവരുടെ അടുത്ത്. അപ്പോൾ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റ് തീരാനായിട്ടുണ്ടായിരുന്നു, പഴയതായി പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബെൽറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെ ടൈറ്റ് ചെയ്യുന്ന ടെൻഷനറിൻ്റെ ഒരു ചെറിയ ഒരു റൗണ്ട് ഷേപ്പിലുള്ള അതിൻ്റെ അറ്റത്തുള്ളത് ടൈറ്റ് ചെയ്ത് നിർത്തുന്നൊരു സാധനമുണ്ട്. അതും നമ്മുടെ വണ്ടിയുടെ അതിനെന്തോ കംപ്ലൈൻ്റ് ആയി പോയായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പുതിയത് വാങ്ങിച്ച് ഇട്ടിട്ടുണ്ട്. ബെയറിങ് പോലത്തെ ഒരു സാധനമാണ്, അതും വാങ്ങിച്ച് പുതിയത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ വണ്ടി എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന കിലി ഒച്ചയ്ക്ക് എന്നേക്കുമായി വിട പറയാം നമുക്ക്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ അടുത്ത് വണ്ടിയിൽ ചെയ്ത പരിപാടി. വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ഇതാണ്. ഒരു കുഴപ്പമില്ല, എൻജിനൊക്കെ അടിപൊളിയായി പോകുന്നു, നോ പ്രോബ്ലം. വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇതേപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.